ബാബു, ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നറിയാനാ. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ എപ്പോഴും പറയും. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ. പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിലെ പോയാല് അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. അത്രയ്ക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാര് മുഴുവൻ എളിമേട്ട എളിമേട്ടാന്നാ വിളിക്കണേ. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹസീബ് ഒരു ലിവർ കംപ്ലൈൻറ്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഉണ്ടായി, ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. എടാ മോനെ, ഈ കഥകളൊക്കെ പുറത്ത് കേൾക്കുന്നില്ലേ കുറെ മെക്കാനിക്ക് വിട്ടികൾ, അവന്മാരോട് പറ. എന്റെ അടുത്ത് വേണ്ട. എല്ലേ ഈ സ്റ്റോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. ഞാൻ അടുത്ത ആഴ്ച അതിലേ വരുന്നുണ്ട് വരാന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വന്നിട്ടില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ജയറാം പെടുത്തിന്നാണോ പറയുന്നത്? ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, നമുക്ക് ആരെയും കളിപ്പിക്കാൻ പറ്റില്ല. എന്തോ ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. ഇതെന്തിനാ ഈ കോപ്പ്? നീയല്ലേ വാങ്ങിക്കൊണ്ടുവന്ന്? അതിനാ അടിക്കാനുള്ള 2 സൈഡ് അടിച്ചുള്ളല്ലേ? ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ